ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ കുടുംബശ്രീ വനിതകൾക്കായി ഒരുക്കുന്ന കഫ്റ്റീരിയ നിർമ്മാണത്തിനെതിരെ ആരോപണം ഉന്നയിച്ച പൊതുപ്രവർത്തകനും അഡ്വക്കേറ്റുമായ കെ.എ. ചന്ദ്രൻ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീയിലെ കഫ്റ്റീരിയ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തറ കെട്ടി ഇതിനകത്തൊരു വേസ്റ്റ് ടാങ്ക് ആക്കിയിരിക്കുന്നത്. ഇത് കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം അല്ല പണിതിരിക്കുന്നത്. കാരണം കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം ഇത് നമുക്ക് നമ്മുടെ ബാക്കിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇത് ഏഴൂർ റോഡാണ്. ഏഴൂർ റോഡിൽ നിന്ന് 3 മീറ്റർ വിട്ടതിന് ശേഷം മാത്രമേ ഇതിന്റെ തറ പോലും കെട്ടാൻ പാടുള്ളൂ. അത് മാത്രമല്ല, ബൗണ്ടറിന് നിശ്ചിത അകലങ്ങൾ പാലിക്കണം. കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം ഒരു പ്ലാന് സബ്മിറ്റ് ചെയ്യണം. ഇതൊന്നുമില്ലാതെ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ഈ കെട്ടിടത്തിന്റെ പണി ഇത്രത്തോളം പൂർത്തീകരിച്ചിരിക്കുന്നത്. സാധാരണ ഒരു ജനങ്ങൾ ഒരു കാലിത്തൊഴുത്തോ ഒരു ടോയ്ലറ്റോ അങ്ങനെയൊക്കെ നിർമ്മിക്കുമ്പോൾ ഈ പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞിട്ട് കർശന നിർദ്ദേശം നൽകുന്ന പഞ്ചായത്താണ്. ശരിക്കും ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, പൊതുജനങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ പൈസ ആരാ പോവുക? ഇത് പൊതുജനങ്ങളുടെ പൈസയാണ്. ഈ സ്ഥലത്ത് ആരാണ് അനുമതി കൊടുത്തത് എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ്. അതായത് ഇതിന്റെ താഴെ ഒരു വേസ്റ്റ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു യാതൊരു അനുമതിയും ഇല്ലാതെ, ഒരു പ്ലാൻ പോലും ഇല്ലാതെ ഇങ്ങനെ ഒരു തറ കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചുകൊണ്ട് ഈ ഒരു തറ ഇവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കി എന്നുള്ളത് ഈ നാട്ടിൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അധികൃതരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബാക്കിലൊരു മെമ്പർ ഉണ്ട്. ആ മെമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റിന്റെ താല്പര്യപ്രകാരം അങ്ങനെ ചെയ്യാനുള്ളത്. അങ്ങനെ പ്രസിഡന്റ് താല്പര്യപ്രകാരം ചട്ടലംഘനം നടത്തിക്കൊണ്ട് കേരളത്തിലെ കെട്ടിട നിർമ്മാണ ചട്ടം കേരള സർക്കാർ രൂപീകരിച്ചതാണ്. ആ ചട്ടം ലംഘിക്കാൻ ഒരു പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർക്കോ അധികാരമില്ല. എല്ലാ പഞ്ചായത്തിലും അത് ബാധകമാണ്. പ്ലാന് വേണം, സബ്മിറ്റ് ചെയ്യണം, അതിന് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അനുമതി വേണം, അതിന് സെക്രട്ടറിയുടെ അനുമതി വേണം. അങ്ങനെ ശേഷം മാത്രമേ പണി തുടങ്ങാൻ പറ്റുള്ളൂ. ഇത് കുടുംബശ്രീയാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് കുടുംബശ്രീക്ക് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് പഞ്ചായത്തിന്റെ സ്ഥലത്തോ അല്ലെങ്കിൽ PWDയുടെ സ്ഥലത്തോ കൊണ്ടുപോയിട്ട് കുഴി കുത്താനോ അല്ലെങ്കിൽ കെട്ടിടം പണിയാനോ അനുമതി ആരും കൊടുത്തിട്ടില്ല. കുടുംബശ്രീക്ക് തുടങ്ങാം, ചട്ടപ്രകാരം പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതിയാണ്. ചട്ടം പാലിച്ച് മാതൃക കാണിക്കേണ്ട പഞ്ചായത്ത് തന്നെയാണ് ഈ ചട്ടലംഘനം നടത്തിയിരിക്കുന്നത്. പരാതി റിട്ടേൺ ആയിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PC ഷാജിയും അറിയിച്ചു. ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഒരു കോഫി കിയോസ്ക് ഈ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പാകെ ഒരു അപേക്ഷ തന്നിരുന്നു. ഈ ഓഫീസും പരിസര പ്രദേശങ്ങളിലും ധാരാളം ആളുകൾ വരുന്നതും അനവധി ജീവനക്കാർ ജോലി ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഓഫീസ് സമുച്ചയമാണ് ഉളിക്കൽ പഞ്ചായത്ത് ഓഫീസ്. അപ്പോൾ ഇവിടെ ചായ അങ്ങനെയുള്ള സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യം അനിവാര്യമാണെന്നും ഒരു കുടുംബശ്രീ യൂണിറ്റിന് അത്തരത്തിലൊരു കോഫി കിയോസ്ക് ആരംഭിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്നും അവരറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നൽകുന്നത് സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്യുകയും ഈ കോമ്പൗണ്ടിനകത്ത് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ടെമ്പററിയായി എപ്പോൾ വേണമെങ്കിലും പൊളിച്ചു നീക്കാവുന്ന തരത്തിൽ ഒരു കോഫി കിയോസ്ക് ആരംഭിക്കാനുള്ള അനുമതി പഞ്ചായത്ത് ഭരണസമിതി നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട കുടുംബശ്രീ യൂണിറ്റിലെ 3 അംഗങ്ങൾ അതിനുവേണ്ടിയുള്ള ഒരു സംരംഭക ഗ്രൂപ്പ് രൂപീകരിക്കുകയും ആ സംരംഭക ഗ്രൂപ്പ് CDS രജിസ്റ്റർ ചെയ്യുകയും കുടുംബശ്രീയുടെയും സർക്കാരിൻ്റെയും നിയമാനുസൃതം ഒരു കോഫി കിയോസ്ക് ആരംഭിക്കാൻ വേണ്ടിയുള്ള പ്രാഥമിക നടപടികളാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള NOC പഞ്ചായത്ത് ഭരണസമിതി നൽകിയിട്ടുണ്ട്. ഒരു പെർമനന്റ് ബിൽഡിങ്ങോ KPBR അനുശാസിക്കുന്ന മറ്റ് നിയമങ്ങളനുസരിച്ചുള്ള ഒരു കെട്ടിടമോ ഈ കോമ്പൗണ്ടിനകത്ത് നിർമ്മിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ NOC മതി എന്നുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെയും മറ്റുള്ളവരുടെയും നിർദ്ദേശപ്രകാരമാണ് ആ നിലയിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. ആർക്കും ബുദ്ധിമുട്ടില്ലാതെ വളരെ സുതാര്യമായിട്ടുള്ള 3 കുടുംബശ്രീ വനിതകൾക്ക് അവരുടെ നിത്യദാന ചെലവുകൾക്ക് വേണ്ടി ചെറിയൊരു വരുമാനമുണ്ടാക്കുന്ന വരുമാനദായകമായിട്ടുള്ള ഒരു സംരംഭം ആരംഭിക്കാൻ അവർ മുന്നോട്ട് വന്നപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിൻ്റെ കടമയാണ്. ആ കടമ എന്ന നിലയിലാണ് അതിനുള്ള പ്രാഥമിക അനുമതി ഞങ്ങൾ നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ, ഓവർസിയറുടെ സാന്നിധ്യത്തിൽ ഇന്നലെ അത് അളന്ന് റോഡിൽ നിന്ന് 3 മീറ്റർ മാത്രം മാറ്റി അത് മാർക്ക് ചെയ്യുകയും ആ സ്ഥലത്ത് മാത്രമാണ് ഈ കിയോസ്ക് നിർമ്മിക്കാൻ വേണ്ടി അവർക്ക് NOC നൽകിയിട്ടുള്ളത്. മറിച്ചുള്ളത് വെറും ആരോപണം മാത്രമാണ്. നിരർത്ഥകമായിട്ടുള്ള ആരോപണങ്ങളും നിരന്തരമായിട്ടുള്ള ശല്യവുമായി ചില ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാനേ നമുക്ക് നിർവാഹമുള്ളൂ. ഈ നാട്ടിലെ കുടുംബശ്രീ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി സംരംഭങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അവർക്ക് വേണ്ട സഹായം ചെയ്യുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ പോളിസി. അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റും സംരംഭക വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് സംരംഭങ്ങളുമായി മുന്നോട്ട് വരുന്നവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു നയം കേരളത്തിലെ ഗവൺമെന്റും അനുവർത്തിച്ചു വരുന്നുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാന
അടിസ്ഥാനത്തിലാണ് അവരുടെ ആ അപേക്ഷയ്ക്ക് NOC നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിർമ്മിതി മാത്രമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇവിടെ പെർമനന്റ് കെട്ടിടമോ അതുപോലുള്ള മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇവിടെ ഒരുക്കുന്നില്ല. ഒരു കോഫി കിയോസ്ക് മാത്രമാണ് ഈ കോമ്പൗണ്ടിനകത്ത് ആ കുടുംബശ്രീ വനിതകൾ ഒരുക്കുന്നത്. അതിനുള്ള NOC ഈ ഓഫീസിൽ നിന്ന് അവർക്ക് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള നിയമലംഘനവും ഈ പഞ്ചായത്ത് കോമ്പൗണ്ടിനകത്ത് ഉണ്ടാവില്ല എന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വീടൊരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട്. നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ പേജ് ലോക്സ്, മോഡുലാർ കിച്ചൺ, ഹിഞ്ചസ്, ഹാർഡ്വെയർ, ഗ്ലാസ്, ലാമിനേറ്റഡ് ബോർഡ്, ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരിട്ടിയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ഷോറൂം ഇരിട്ടി മൈസൂർ റോഡ് കൽമുട്ടിയിൽ. ഹിഞ്ചസ്, ലോക്കുകളുടെയും 500-ൽ പരം ലൈവ് ഡിസ്പ്ലേ, ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി, എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൗണ്ടർ. ഗ്ലാസ് ഹൗസ് നിയർ E-City ഇലക്ട്രോണിക്, കൽമുട്ടി, ഇരട്ടി. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.